In our textbook, the first chapter named Reign of Love. The unit Reign of Love is about love among family members. The characters in this unit share joy and have a sense of belongingness from the family. Children learn values and good behavior. The give and take policy followed in a family builds up a sense of togetherness among its members. The title Reign of Love is suggestive of the theme of the unit. The unit helps the learners to relate the theme to their life and imbibe values and qualities that figure in the text. നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് റെയിൻ ഓഫ് ലവ് എന്നാണ്. സ്നേഹത്തിൻ്റെ മഴ എന്നാണ് അർത്ഥം. ഈ പാഠഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്ന കഥകളും കവിതകളും എല്ലാം ഫാമിലിയെക്കുറിച്ചാണ്, കുടുംബത്തെക്കുറിച്ചും കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് നമ്മളിവിടെ എല്ലാം ചർച്ച ചെയ്തു പോകുന്നത്. ഈച്ച് ടെക്സ്റ്റ് ഇൻ ദിസ് യൂണിറ്റ് ട്രൈസ് ടു എക്സ്പ്ലെയിൻ ഹൗ ലവ് ആൻഡ് അഫെക്ഷൻ ബ്രിങ്സ് ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ടുഗദർ. കുടുംബത്തിൻ്റെ ഒത്തൊരുമ അല്ലെങ്കിൽ കുടുംബത്തിൽ എങ്ങനെ ഒത്തൊരുമിച്ച് നിൽക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് എല്ലാ പാഠങ്ങളിലും ഉള്ളത്. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ഫസ്റ്റ് പാസേജ് ഓഫ് അവർ സ്റ്റോറി, മൈ ഹോം. എവ്രിബഡി കോൾ മീ രാജ. ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം, ബട്ട് ഐ ലൈക്ക് ബീങ് കോൾഡ് രാജ. I lived with my grandfather and grandmother. They were my guardians. My mother died when I was young. My father left me with my grandparents who brought me up. എല്ലാവരും എന്നെ രാജ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ എൻ്റെ യഥാർത്ഥ പേര് അതല്ല. എങ്കിലും രാജ എന്ന പേര് വിളിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനോടും ഗ്രാൻഡ് മദറിനോടും കൂടെയാണ് താമസിക്കുന്നത്. അവരാണ് എൻ്റെ സംരക്ഷകർ. ഗാർഡിയൻസ് എന്ന് പറഞ്ഞാൽ സംരക്ഷകർ. ഞാൻ ചെറുതായിരുന്നപ്പോൾ തന്നെ എൻ്റെ അമ്മ മരണപ്പെട്ടു. അതിനുശേഷം എൻ്റെ അച്ഛൻ എന്നെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്താക്കി. അവരാണ് എന്നെ വളർത്തിയത്. വി ലിവ്ഡ് ഇൻ എ ലാർജ് ഹൗസ് ബട്ട് വി വെയർ എ സ്മോൾ ഫാമിലി. ദെയർ വെയർ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്കിൾ ആൻഡ് ഐ. വി ഹാഡ് മെനി റിലേറ്റീവ്സ് ബട്ട് ദേ ലിവ്ഡ് ഇൻ ദെയർ ഓൺ ഹൗസസ്. ഞങ്ങൾ വളരെ വലിയ വീട്ടിലാണ് താമസിക്കുന്നത്. എങ്കിലും ഞങ്ങളൊരു കൊച്ചു കുടുംബമാണ്. ഗ്രാൻഡ്പയും ഗ്രാൻഡ്മയും അങ്കിളും ഞാനും അടങ്ങുന്ന കൊച്ചു കുടുംബം. ഞങ്ങൾക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്. എന്നാൽ അവരെല്ലാം അവരവരുടെ വീടുകളിലാണ് താമസിക്കുന്നത്. ഇനി നമുക്ക് ഗ്രാൻഡ്പയെക്കുറിച്ച് പറയാം. ഗ്രാൻഡ്പയുടെ വിശേഷങ്ങളെക്കുറിച്ച് പറയാം. ഗ്രാൻഡ് ഫാദർ വാസ് ടോൾ, സ്ട്രോങ് മാൻ. ഹി ഓൾവേസ് സ്പോക്ക് in a loud voice. He knew everyone in the village. People respected him. They came to him for advice and help. ഗ്രാൻഡ്പ നല്ല ഉയരമുള്ളവനും കരുത്തനുമായിരുന്നു. ടോൾ ആൻഡ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഉയരമുള്ളവനും കരുത്തനും അല്ലെങ്കിൽ ബലവാനുമായിരുന്നു. അദ്ദേഹം നല്ല ഉച്ചത്തിലാണ് സംസാരിച്ചിരുന്നത്. ഗ്രാമത്തിലുള്ള എല്ലാവരെയും അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. സഹായങ്ങൾക്കും ഉപദേശങ്ങൾക്കുമായി ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നു. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദർ വാസ് കൈൻഡ് ആൻഡ് ജെൻറ്റിൽ. ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. ഷീ വുഡ് ഫോളോ മീ ലൈക്ക് എ ഷാഡോ, സേയിങ് ഡ്രിങ്ക് ദിസ് മിൽക്ക് ഓർ ഈറ്റ് യുവർ ഫുഡ് ഓർ ഹാവ് യുവർ ബാത്ത് ഓർ ഗോ ടു ബെഡ്. ഐ ഡിഡ് നോട്ട് ലൈക്ക് ദിസ് ബട്ട് സ്റ്റിൽ ഐ ലവ്ഡ് ഹെർ വെരി മച്ച്. ഗ്രാൻഡ് മദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രാൻഡ് മദർ ദയാലുവും സൗമ്യയുമായിരുന്നു. രാജയുടെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു അവർ. നീ പാല് കുടിക്ക്, ഭക്ഷണം കഴിക്ക്, കുളിക്ക്, ഉറങ്ങ് എന്നീ കാര്യങ്ങൾ ഒരു നിഴലു പോലെ രാജയുടെ പുറകെ നടന്ന് ഗ്രാൻഡ് മദർ ഓർമ്മിപ്പിച്ചിരുന്നു. അത് രാജയ്ക്ക് അത്ര ഇഷ്ടമില്ലായിരുന്നുവെങ്കിലും അവൻ അവൻ്റെ ഗ്രാൻഡ് മദറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. മൈ അങ്കിൾ വാസ് യങ് ആൻഡ് വെരി ക്ലെവർ. ഹി ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദർ in looking after his fields and gardens. People liked him and I too liked him very much. Whenever I was in trouble, uncle would come to my help. ഇനി നമുക്ക് രാജയുടെ അങ്കിളിനെ കുറിച്ച് നോക്കാം. ചെറുപ്പക്കാരനും ബുദ്ധിമാനുമായിരുന്നു രാജയുടെ അങ്കിൾ.
പാടങ്ങളും പൂന്തോട്ടങ്ങളും മറ്റും പരിപാലിക്കാൻ ഗ്രാൻഡ്പയെ സഹായിച്ചിരുന്നത് അങ്കിളാണ്. ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ രാജയ്ക്കും. അദ്ദേഹത്തെ ജീവനായിരുന്നു. തനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ രാജയുടെ സഹായത്തിനായി അങ്കിൾ ഓടി വരുമായിരുന്നു. ട്രബിൾ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്നാണ് അർത്ഥം. At home, I did not have any friend to play with. Grandfather did not like my going out to play with other children. He believed that I would be spoiled if I did so. Other children did not like to come to our house because they were afraid of grandfather. വീട്ടിൽ രാജയ്ക്ക് കളിക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു. അവൻ പുറത്തു പോയി മറ്റു കുട്ടികളുമായി കൂട്ടുകൂടുന്നതും കളിക്കുന്നതും ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ചെയ്താൽ രാജ വഷളായി പോകുമെന്നാണ് അദ്ദേഹം കരുതിയത്. മറ്റു കുട്ടികൾക്ക് രാജയുടെ വീട്ടിലേക്ക് വരാൻ ഇഷ്ടമില്ലായിരുന്നു. കാരണം അവർക്ക് ഗ്രാൻഡ് ഫാദറിനെ പേടിയായിരുന്നു. സ്പോയിൽ എന്ന വാക്കിന്റെ അർത്ഥം വഷളാവുക അല്ലെങ്കിൽ ചീത്തയാവുക എന്നൊക്കെയാണ്. Yet life with grandfather was not dull. I liked my home and the very large garden all around it. There were many trees in the garden, coconut trees, mango trees, and other kind of trees. There were birds, butterflies, and honeybees. There were many tanks with plenty of fish in them. Kingfishers, storks, and other water birds came to the tanks to catch the fish. ഇനി നമുക്ക് രാജയുടെ വീടിന്റെ പരിസരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എന്നിരുന്നാലും രാജയ്ക്ക് ഗ്രാൻഡ് ഫാദറിനൊപ്പമുള്ള ജീവിതം അത്ര വിരസിതമല്ലായിരുന്നു. രാജയ്ക്ക് അവന്റെ വീടും വലിയ പൂന്തോട്ടങ്ങളും വളരെ ഇഷ്ടമായിരുന്നു. തെങ്ങ്, മാവ് തുടങ്ങിയ അനേക മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ധാരാളം പക്ഷികളും പൂമ്പാറ്റകളും തേനീച്ചകളും ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ടാങ്കുകളും അതിലെല്ലാം നിറയെ മീനുകളും ഉണ്ടായിരുന്നു. മീനുകളെ പിടിക്കാനും മറ്റുമായി പൊന്മാനുകളും കൊക്കുകളും അതുപോലെയുള്ള ബാക്കി പക്ഷികളുമെല്ലാം ആ ടാങ്കുകളുടെ പരിസരത്ത് വരുമായിരുന്നു. ഡൾ എന്ന് പറഞ്ഞാൽ വിരസിതം, ബോറ് അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ്. കിങ്ഫിഷർ, സ്ട്രോക്സ് എന്ന് പറഞ്ഞാൽ കൊക്കുകളാണ്. കൊക്ക്. In a corner of the compound was a grove where trees, shrubs and creepers grew wild. Jackals, mongooses, wild cats and owls lived in the grove. മുറ്റത്തിന്റെ ഒരു മൂലയ്ക്ക് അല്ലെങ്കിൽ ഒരു സൈഡില് ഒരു ചെറിയ വനം ഉണ്ടായിരുന്നു. അവിടെ ധാരാളം മരങ്ങളും കുറ്റിച്ചെടികളും വള്ളിപ്പടർപ്പുകളും കാടുപോലെ വളർന്നു നിന്നിരുന്നു. കുറുക്കന്മാരും കീരികളും കാട്ടുപൂച്ചകളും മൂങ്ങകളും അവിടെ ഉണ്ടായിരുന്നു. ജാക്കൽസ് എന്ന് പറഞ്ഞാൽ കുറുക്കനാണ് കേട്ടോ. മംഗൂസസ് എന്ന് പറഞ്ഞാൽ കീരികളാണ്. വൈൽഡ് ക്യാറ്റ്സ് എന്ന് പറഞ്ഞാൽ കാട്ടുപൂച്ചകളാണ്. ഗ്രോവ് എന്ന് പറഞ്ഞാൽ ചെറിയ വനം എന്നാണ് അർത്ഥം. We had many cows, bulls and bullocks. Little calves played and ran about in our garden. I liked to play with the calves and I liked to watch the birds in the garden. I looked for jackals coming out of the grove. I ran after mongooses and I caught butterflies and reptiles. അവർക്ക് രാജയുടെ വീട്ടില് അനേകം പശുക്കളും കാളകളും വണ്ടിക്കാളകളും ഉണ്ടായിരുന്നു. ബുള്ളോക്സ് എന്ന് പറഞ്ഞാൽ വണ്ടിക്കാളകൾ, കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന കാളകൾ, കാളവണ്ടിയിൽ കെട്ടുന്ന കാള. അവിടെ പശുക്കിടാങ്ങൾ അവരുടെ പറമ്പിലൂടെ ഓടിക്കളിച്ച് നടക്കുമായിരുന്നു. ലിറ്റിൽ കാൽവ്സ് എന്ന് പറഞ്ഞാൽ പശുക്കിടാങ്ങൾ അല്ലെങ്കിൽ പശുക്കുട്ടി. രാജ പശുക്കിടാങ്ങൾക്കൊപ്പം കളിച്ചിരുന്നു. അവന് പൂന്തോട്ടത്തിൽ വരുന്ന പക്ഷികളെ നോക്കിയിരിക്കാൻ ഇഷ്ടമായിരുന്നു. രാജ ആ കൊച്ചു വനത്തിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരുന്ന കുറുക്കന്മാരെ നോക്കിയിരിക്കാറുണ്ട്. കീരികൾക്ക് പുറകെ രാജ ഓടാറുണ്ട്. പൂമ്പാറ്റകളെയും മറ്റ് ഉരകങ്ങളെയും, ഉരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഴജന്തുക്കൾ, അവൻ പിടിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാമാണ് രാജ തന്റെ പകൽ സമയങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരുന്നത്. Now we are moving to the next passage, making a shower. It was an evening after a heavy rain.
Grandfather was picking flowers from the jasmine bush under the sandalwood tree. The leaves of the tree were full of raindrops. I knew I could make rain if I shook the tree, and grandfather and I would get a good shower. I liked bathing in the rain, but he might not like it. But it would be great fun. അങ്ങനെ നമ്മൾ പാഠഭാഗത്തിന്റെ അടുത്തൊരു ഭാഗത്തിലേക്ക് പോവുകയാണ്. ഒരു മഴ ഉണ്ടാക്കുകയാണ്. ഷവർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തൂളുമഴ എന്നൊക്കെയാണ് അർത്ഥം. ചെറിയ മഴ എന്നാണ് അർത്ഥം. അങ്ങനെ വലിയ ഒരു മഴ കഴിഞ്ഞുള്ള വൈകുന്നേരം ചന്ദന മരത്തിന്റെ, സാൻഡൽവുഡ് ട്രീ എന്ന് പറഞ്ഞാൽ ചന്ദന മരമാണ്, ചന്ദന മരത്തിന്റെ കീഴിൽ ഇടതൂർന്ന് നിന്നിരുന്ന മുല്ലച്ചെടികളിൽ നിന്നും ഗ്രാൻഡ് ഫാദർ പൂക്കൾ ശേഖരിക്കുകയായിരുന്നു, പൂക്കൾ പറിക്കുകയായിരുന്നു. മരത്തിന്റെ ഇലകളിൽ നിറയെ ജലകണികകൾ നിറഞ്ഞിരുന്നു. കാരണം മഴ പെയ്ത് കഴിഞ്ഞാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും ആ മരത്തെ മൊത്തം വെള്ളം ഇരിപ്പുണ്ടായിരിക്കും. അതാണ് നിങ്ങൾ ആ താഴെ ആ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ മഴ ഉണ്ടാക്കാൻ കഴിയുമെന്ന് രാജ വിചാരിച്ചു. അതിൽ കുളിക്കാൻ രാജയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഗ്രാൻഡ് ഫാദറിന് അത് ഇഷ്ടമാകുമോ? ഇഷ്ടമാകില്ല. ഗ്രാൻഡ് ഫാദറിന് അത് ഇഷ്ടമില്ലാത്ത പോലെയാണ് തോന്നുന്നത് എന്ന് രാജ ചിന്തിച്ചു. So I quickly went near the sandalwood tree and shook it with all my strength. There was a heavy rain shower and both grandfather and I were soaked. Soaked എന്ന് പറഞ്ഞാൽ നനഞ്ഞു അല്ലെങ്കിൽ കുതിരുക എന്നാണ് അർത്ഥം. I loved it, but grandfather did not. He turned to me with an angry look. I was sure he would catch me and beat me. So I ran. He ran after me. I ran fast, but he ran faster. He had almost caught me when he stumbled and fell. I ran away to the paddy fields and hid myself there. I heard grandfather shout that he would teach me a lesson when I came back home. രാജ ശബ്ദമുണ്ടാക്കാതെ പതിയെ ചന്ദനമരത്തിന്റെ അടുത്തെത്തി. അവന്റെ സകല ശക്തിയും എടുത്ത് അവൻ ആ മരം പിടിച്ച് കുലുക്കി. വളരെ ശക്തമായ ഒരു മഴ തന്നെ അപ്പോൾ ഉണ്ടായി. ഗ്രാൻഡ് ഫാദറും രാജയും ഒരുപോലെ നനഞ്ഞു കുതിർന്നു. രാജയ്ക്ക് അത് വളരെ ഇഷ്ടമായി. എന്നാൽ ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമായോ? ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമായില്ല. രാജയുടെ നേരെ ഒരു ദേഷ്യത്തിൽ, വളരെ ദേഷ്യത്തിൽ ഗ്രാൻഡ് ഫ നോക്കി. രാജയെ പിടിച്ചാൽ അടിക്കും, നല്ല അടി കിട്ടുമവന് എന്ന് അവന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാജ ഓടി. ഗ്രാൻഡ് ഫാദർ അവന്റെ പിന്നാലെ ഓടി. രാജ വേഗത കൂട്ടി ഓടി. ഗ്രാൻഡ് ഫാദറും വേഗത കൂട്ടി ഓടി. രാജയെ പിടിക്കാറെത്തിയപ്പോൾ ഗ്രാൻഡ് ഫാദർ കാൽ തെറ്റി വീണു. സ്റ്റംപ്ഡ് എന്ന് പറഞ്ഞാൽ കാല് തെന്നി വീഴുക അല്ലെങ്കിൽ കാല് തട്ടി വീഴുക എന്നൊക്കെയാണ് അർത്ഥം. രാജ വേഗത്തിലോടി ഗോതമ്പ് പാടത്ത്, പടിഫീൽഡ് എന്ന് പറഞ്ഞാൽ നെൽപ്പാടം, രാജ ഓടി നെൽപ്പാടത്ത് സ്വയം ഒളിച്ചിരുന്നു. നീ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന് ഗ്രാൻഡ് ഫാദർ ഒച്ചത്തിൽ നിലവിളിക്കുന്നത് അവൻ കേട്ടു. നല്ല കുസൃതിയല്ലേ കാണിച്ചു വെച്ചേ. അപ്പൊ ഗ്രാൻഡ് ഫാദർ ഉറപ്പായിട്ടും അവനെ ശകാരിക്കും, ഒരു തല്ലൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെ അവനെ പിടിക്കാൻ വേണ്ടി ഓടിയപ്പോൾ ഗ്രാൻഡ് ഫാദർ കാല് തെറ്റി അല്ലെങ്കിൽ കാൽ വഴുതി വീണു. ആ ഗ്യാപ്പിൽ, ആ തക്കത്തില് രാജ ഓടിപ്പോയി നെൽപ്പാടങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു. ഗ്രാൻഡ് വിടുവോ? ഗ്രാൻഡ് പറഞ്ഞു, നീ വീട്ടിലേക്ക് വാ, വീട്ടിലേക്ക് വരുമ്പോൾ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. I did not want to go home because I feared grandfather would beat me. I stayed on in the fields. It was getting dark. I was afraid to stay there alone in the darkness. I remembered all the ghost stories I had heard. I stood up, looked around, and then ran towards home. രാജയ്ക്ക് വീട്ടിലേക്ക് തിരികെ പോകാൻ ആഗ്രഹമില്ലായിരുന്നു. കാരണം ഗ്രാൻഡ് ഫാദർ അവനെ തല്ലും എന്നവൻ ഭയന്നു. അതിനാൽ അവൻ നെൽപ്പാടത്ത് തന്നെ ഇരുന്നു. അപ്പോഴേക്കും സന്ധ്യ ആവാൻ തുടങ്ങി. ഒറ്റയ്ക്കാ ഇരുട്ടിൽ അവിടെ ഇരിക്കാൻ അവൻ ഭയന്നു.
അവൻ കേട്ട പ്രേത കഥകൾ ആ സമയം അവന് ഓർമ്മ വന്നു. അവൻ എഴുന്നേറ്റ് ചുറ്റും ഒന്ന് നോക്കിയിട്ട് വീട്ടിലേക്ക് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. റിമെമ്പേർഡ് എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ചു എന്നാണ്. I was still afraid to face grandfather, so I did not go inside the house. I went to the cowshed and took shelter in the loft. From there, I could see grandfather sitting on the veranda saying his prayers. പക്ഷെ അപ്പോഴും രാജയ്ക്ക് ഗ്രാൻഡ് ഫാദറിനെ പേടിയായിരുന്നു. കാരണം അദ്ദേഹം രാജയെ കയ്യിൽ കിട്ടിയ തല്ല് വെച്ച് കൊടുക്കുമെന്ന് രാജ ചിന്തിച്ചു. അതിനാൽ വീട്ടിനുള്ളിലേക്ക് കയറാതെ അവൻ പശുത്തൊഴുത്തിലേക്ക് പോയി. അതിന്റെ മച്ചിൽ, ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ മച്ച് അല്ലെങ്കിൽ തട്ട് എന്നാണ്, പശുത്തൊഴുത്തിലേക്ക് പോയിട്ട് ആ മച്ചിൽ അവൻ അഭയം കണ്ടെത്തി. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ അഭയം, അഭയം കണ്ടെത്തി. അവിടെ ഇരുന്നു കൊണ്ട് വരാന്തയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഗ്രാൻഡ് ഫാദറിനെ അവൻ കണ്ടു. Grandmother was waiting for me. When I did not turn up, she looked for me everywhere in the house. Then she came out and called aloud for me, thinking that I was somewhere in the garden. She did not get any answer. Then she went to the grandfather and asked him where I was. You look for him in the house, grandfather said. He is hiding somewhere. He is not in the house, grandmother said. I looked for him everywhere. ഗ്രാൻഡ് രാജയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവനെ കാണാത്തത് മൂലം ഗ്രാൻഡ് മദർ വീട് മുഴുവൻ അന്വേഷിച്ച് നടന്നു. അവൻ പൂന്തോട്ടത്തിലോ മറ്റോ ആയിരിക്കുമെന്ന് കരുതി ഗ്രാൻഡ് മദർ അവന്റെ പേര് ഉച്ചത്തിൽ വിളിച്ച് നടന്നു. പക്ഷെ മറുപടി ഒന്നും ലഭിച്ചില്ല. അതിനാൽ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് ചെന്ന് രാജയെക്കുറിച്ച് അന്വേഷിച്ചു. നീ വീട്ടിലെങ്ങാനും നോക്ക്, അവൻ അകത്തെവിടെയോ ഒളിച്ചിരിക്കുമായിരിക്കും എന്ന് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. അവൻ ഇവിടെ ഇല്ല, ഞാൻ അവന് വേണ്ടി എല്ലായിടത്തും നോക്കിയെന്ന് ഗ്രാൻഡ് മദർ പറഞ്ഞു. നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പാസേജ്. ദ ന്യൂസ് സ്പ്രെഡ്സ്. സ്പ്രെഡ്സ് എന്ന് പറഞ്ഞാൽ പരന്നു, ന്യൂസ് എന്ന് പറഞ്ഞാൽ വാർത്ത. Then grandfather stood up and went outside and called aloud, "Come, Raja, come. I won't beat you." But I did not answer him, for I thought that he would beat me. Grandmother was angry and said, "He won't come. You drove him away. I heard you say that you would beat him if he came home. Poor child." ഗ്രാൻഡ് ഫാദർ എഴുന്നേറ്റ് പുറത്തിറങ്ങി വിളിച്ചു, "രാജ വരൂ, ഞാൻ നിന്നെ തല്ലില്ല." എന്നിട്ടും രാജ മറുപടി കൊടുത്തില്ല. രാജ ഓർത്തു ഗ്രാൻഡ് ഫാദർ തന്നെ ഉറപ്പായും തല്ലുമെന്ന്. ഇത് കേട്ടതും ഗ്രാൻഡ് മദറിന് ദേഷ്യം വന്നു. എന്നിട്ട് ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു, "അവൻ വരില്ല, നിങ്ങൾ അവനെ ഓടിച്ചു വിട്ടു. അവൻ വീട്ടിൽ വരുമ്പോൾ അവനെ തല്ലും എന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. പാവം കുട്ടി, നിങ്ങളെ പേടിച്ച് അവൻ ഓടിപ്പോയി." ആ തൊഴുത്തിൻ്റെ മച്ചിലിരുന്ന് രാജ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഗ്രാൻഡ് മദർ അകത്തേക്ക് പോകുന്നതും ഗ്രാൻഡ് സംസാരിക്കുന്നതും ഗ്രാൻഡ് പുറത്തിറങ്ങി രാജയുടെ പേര് ഉറക്കെ വിളിക്കുന്നതെല്ലാം ഈ രാജ ആ പശുത്തൊഴുത്തിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ മറുപടി കൊടുത്തോ? ഇല്ല. കാരണം എന്താണ്? അവൻ ഉറപ്പായിരുന്നു എന്തായാലും ഗ്രാൻഡ് ഫാദർ എന്നെ തല്ലും. അവൻ സംശയമായിരുന്നു, ഉറപ്പായിട്ടും ഗ്രാൻഡ് ഫാദർ തല്ലും. അതിനാൽ അവന് പോകാൻ പേടി. അതുകൊണ്ട് അവൻ അവിടെ തന്നെ ഇരുന്നു. Then grandfather called the servants and asked them to go out and look for me. They went out, but after a while returned to say that they could not find me. Grandmother started weeping. Weeping എന്ന് പറഞ്ഞാൽ കരയുക. Grandfather started walking up and down the courtyard. Courtyard എന്ന് പറഞ്ഞാൽ മുറ്റം. ഗ്രാൻഡ് എഴുന്നേറ്റ് മുറ്റത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഗ്രാൻഡ് ഫാദർ തൻ്റെ വേലക്കാരെ, സർവൻസ് എന്ന് പറഞ്ഞാൽ വേലക്കാരെ വിളിച്ചിട്ട് രാജയെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അവർ അന്വേഷിച്ചു പോയി. എന്നാൽ അല്പസമയത്തിന് ശേഷം അവർ തിരികെ വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരിടത്തും രാജയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇത് കേട്ടതും ഗ്രാൻഡ് മദർ കരയാൻ തുടങ്ങി. ഗ്രാൻഡ് ഫാദർ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് മുറ്റത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ച് നടക്കാൻ തുടങ്ങി. The news that I was missing spread. Our neighbors come first, then our relatives.
And then others who had heard the bad news. Many came to offer their sympathies to grandmother. Grandfather did not like this. He shouted, "Nothing has happened to the boy. He is hiding somewhere. Can some of you go out and find him instead of wasting your time here?" അപ്പോൾ ഇതിനോടകം തന്നെ രാജയെ കാണാനില്ല എന്ന വാർത്ത പടർന്നു. ആദ്യം അയൽക്കാർ വന്നു, പിന്നീട് ബന്ധുക്കൾ വന്നു, പിന്നെ ഈ മോശം വാർത്ത കേട്ട എല്ലാവരും വന്നു. എല്ലാവരും തങ്ങളുടെ സഹതാപം, സിമ്പതി എന്ന് പറഞ്ഞാൽ സഹതാപം, എല്ലാവരും തങ്ങളുടെ സഹതാപം പ്രകടിപ്പിച്ചു. ഗ്രാൻഡ് ഫാദറിന് ഇത് ഇഷ്ടമായില്ല. അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അവനൊന്നും സംഭവിച്ചിട്ടില്ല, അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ സമയം കളയുന്നതിന് പകരം, ഇൻസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പകരം നിങ്ങൾക്ക് അവനെ കണ്ടെത്തിക്കൂടെ? നമുക്ക് ആ ചിത്രത്തിൽ കാണാം രാജ പശുത്തൊഴുത്തിൻ്റെ മുകളിൽ ഒളിച്ചു നിൽക്കുന്നതായിട്ട്. Some of them went out to search for me. More and more people came and soon there was a big crowd. Crowd എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം അല്ലെങ്കിൽ ആൾക്കൂട്ടം എന്നാണ് അർത്ഥം. By now, grandmother had lost all hope of seeing me again. Hope എന്ന് പറഞ്ഞാൽ പ്രത്യാശ. Lost നഷ്ടമായി. Grandmother has lost all hope of seeing me again. She started telling the people what a good boy I was. The search parties returned without finding me. Grandmother started weeping loudly. The women in the crowd also wept. അവരും വിതുമ്പി. The servants of the house joined in the wailing. They all act if I were dead. കുറച്ച് പേർ രാജയെ തിരക്കി ഇറങ്ങി. അനേകം ആളുകൾ വേഗത്തിൽ തന്നെ അവിടെ എത്തിച്ചേർന്നു. ഈ വാർത്ത പെട്ടെന്ന് തന്നെ പടർന്നു. കാരണം ഗ്രാൻഡ് ഫാദർ ആ നാട്ടിലെ ഒരു പ്രമുഖനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനെ കാണാനില്ല എന്ന വാർത്ത വളരെ വേഗം തന്നെ എല്ലായിടത്തും പടർന്നു. ഒരുപാട് ആളുകൾ ആ വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. പിന്നെ അത് ഒരു വലിയ ജനക്കൂട്ടമായി മാറി. അപ്പോഴേക്കും എന്നെ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷ എല്ലാം ഗ്രാൻഡ് മദറിന് നഷ്ടമായി. എന്നിട്ട് ഗ്രാൻഡ് മദർ പറയുകയാണ്, ഒയ്യോ എത്ര നല്ല കുട്ടിയായിരുന്നു അവൻ വളരെ നല്ല കുട്ടിയായിരുന്നു എന്ന് അവിടെ കൂടിയിരിക്കുന്നവരോട് ഗ്രാൻഡ് മദർ പറഞ്ഞു. അപ്പോഴേക്കും അന്വേഷിക്കാൻ പോയ ആളുകൾ രാജയെ കണ്ടെത്താൻ സാധിക്കാതെ തിരിച്ചു വന്നു. ഗ്രാൻഡ് മദർ ഉച്ചത്തിൽ നിലവിളിച്ച് കരയാൻ തുടങ്ങി. വീപ്പിംഗ് ലൗഡ്ലി എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ കരയുക എന്നാണ്. അവിടെ കൂടിയിരുന്ന സ്ത്രീകളും കണ്ണുനീർ തൂവി. ആ വീട്ടിലെ വേലക്കാരും ആ കൂടെ വിലപിക്കാനും ആരംഭിച്ചു. അവിടെ കൂടിയിരുന്നവരെല്ലാം ഞാൻ മരണപ്പെട്ടു എന്ന് കരുതിയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. കാരണം എല്ലാവരും കരയുകയും അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. I felt very sorry for grandmother. I wanted to come out. Grandfather was a man of strong will, but I knew that he too felt very sad. He did not, however, lose hope. He stood up, turned in the direction of our family temple and prayed. "Help me, God," he said. "Give me my child. I want him now. I cannot wait any longer." He then stood silent in prayer. ഉറച്ച മനോഗതിയുള്ള ആളായിരുന്നു ഗ്രാൻഡ് ഫാദർ. സ്ട്രോങ് വില്ലെന്ന് പറഞ്ഞാൽ ഉറച്ച മനോഗതി അല്ലെങ്കിൽ ഉറച്ച മനസ്സ് എന്നാണ് അർത്ഥം. പക്ഷെ അദ്ദേഹവും ഇപ്പോൾ സങ്കടത്തിലാണെന്ന് രാജയ്ക്കറിയാം. എത്രയായാലും അദ്ദേഹം തൻ്റെ പ്രതീക്ഷ കൈവിടുകയില്ല. ഗ്രാൻഡ് ഫാദർ എഴുന്നേറ്റ് തങ്ങളുടെ കുടുംബക്ഷേത്രം ഇരിക്കുന്ന ദിക്കിലേക്ക്, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിക്ക് അല്ലെങ്കിൽ ദിശ, ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അമ്പലം അല്ലെങ്കിൽ ക്ഷേത്രം. അങ്ങനെ ഗ്രാൻഡ് ഫാദർ എഴുന്നേറ്റ് തങ്ങളുടെ കുടുംബക്ഷേത്രം ഇരിക്കുന്ന ദിക്കിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. "എന്നെ സഹായിക്കൂ ഭഗവാൻ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരൂ. എനിക്കിപ്പം അവനെ വേണം. ഇനിയും അവനായി കാത്തിരിക്കാൻ എനിക്ക് ആവില്ല." അങ്ങനെ നിശബ്ദനായി നിന്ന് ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥിക്കുകയാണ്. At that moment, uncle returned. He learned what was happening at home. He looked around and guessed where I was. He came to the cowshed and asked me to come down. I came down. Uncle took me into the house. Grandfather had just
finished his prayer and turned. As he opened his eyes, he saw me standing before him. He took me up in his arms in joy, hugged me, and said, God heard my prayers and has given you back to us. കഥയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. അവസാനം രാജ തിരികെ ഗ്രാൻഡ് ഫാദറിൻ്റെ മുന്നിലെത്തുന്ന രംഗമാണ് ഇത്. ആ സമയത്ത് അങ്കിൾ തിരികെ വന്നു. വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം ചുറ്റും നോക്കി. എന്നിട്ട് ഞാൻ എവിടെ ആയിരിക്കും ഒളിച്ചിരിക്കാൻ സാധ്യത എന്ന് അദ്ദേഹം ഗസ് ചെയ്തു. ഗസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഊഹിച്ചു. അദ്ദേഹം ഊഹിച്ചു. എന്നിട്ട് അദ്ദേഹം നേരെ തൊഴുത്തിലേക്ക് വന്നു. തൊഴുത്തിലേക്ക് വന്നിട്ട് രാജയോട് പറയുകയാണ്, രാജ നീ ഇറങ്ങി വാ. അപ്പോഴത്തേക്കും രാജ ഇറങ്ങി വന്നു. അങ്കിൾ രാജയും കൂട്ടി വീട്ടിലേക്ക് പോയി. ഗ്രാൻഡ് ഫാദർ തൻ്റെ പ്രാർത്ഥന പൂർത്തിയാക്കി തിരിഞ്ഞ ആ ഒരു സമയത്ത് ആണ്ടെ നമ്മുടെ രാജ അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു. ഗ്രാൻഡ് ഫാദർ രാജയെ സന്തോഷത്താൽ തൻ്റെ കൈകളിലേക്ക് വാരിയെടുത്തു. രാജയെ കെട്ടിപ്പിടിച്ചു. ഹഗ്ഡ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക. രാജയെ കെട്ടിപ്പിടിച്ചു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് നിന്നെ എനിക്ക് തിരികെ തന്നിരിക്കുന്നു എന്ന് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. ഇവിടം കൊണ്ട് നമ്മുടെ ഈ കഥ അവസാനിക്കുകയാണ്. വളരെ നല്ലൊരു കഥയാണ്, എളുപ്പമുള്ളൊരു കഥയാണിത്. എല്ലാവരും ശ്രദ്ധിച്ച് അർത്ഥം മനസ്സിലാക്കി ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന പാഠഭാഗത്തിലെ പ്രധാന പദങ്ങളും അവയുടെ അർത്ഥങ്ങളും നോക്കാം.